നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ് സ്പേസി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തെ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളാണ്. 2025 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ടു വെക്കുക. നിങ്ങൾക്ക് എന്തായാലും അടുത്ത എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കുറേ വാരി വലിച്ച് പഠിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഓപ്ഷൻ ഉണ്ട്: ബേപ്പൂർ കായൽ, ചേറ്റുവ കായൽ, ചിത്താരി കായൽ. ഓപ്ഷൻ ഡി: വേമ്പനാട്ട് കായൽ. ഇതെല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയായിരിക്കും. ഉത്തരം വേമ്പനാട്ട് കായലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും നോക്കാം. അപ്പോൾ വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തത് ഇങ്ങനെ: കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇനി പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഈ കായലിൻ്റെ ഒരു ഭാഗമാണ്. അടുത്തത്, അറബിക്കടലുമായി ചേരുന്ന ഒരു ഭാഗം കൊച്ചി അഴിമുഖം എന്നറിയപ്പെടുന്നു. അത് ശ്രദ്ധിക്കണം, അറബിക്കടലുമായി ചേരുന്ന ഭാഗമാണ് കൊച്ചി അഴിമുഖം. ഇനി അച്ചൻകോവിലാർ, പമ്പ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴ എന്നീ നദികൾ എന്താണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. അപ്പോൾ പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഈ ഒരു കായലിൻ്റെ ഭാഗമാണ്. അടുത്തത്, അറബിക്കടലുമായി ചേരുന്ന ഭാഗം കൊച്ചി അഴിമുഖം എന്നറിയപ്പെടുന്നു. അതുപോലെ അച്ചൻകോവിലാർ, പമ്പ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴ എന്നീ നദികളൊക്കെ എന്താണ് വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. അടുത്തത് വെള്ളായണിക്കായലാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളായണിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു ശുദ്ധജല തടാകമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കായലാണ്. അപ്പോൾ ഇതൊക്കെ ഒരുവിധ ആൾക്കാർക്ക് അറിയുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. വെള്ളായണിക്കായൽ തിരുവനന്തപുരം ജില്ലയിലാണ്, ഒരു ശുദ്ധജല തടാകമാണ്. അപ്പോൾ വെള്ളായണിക്കായൽ ശുദ്ധജല തടാകമാണെന്നുള്ള ഓർത്ത് വയ്ക്കണം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കായലാണ് വെള്ളായണിക്കായൽ. ഇനി അടുത്തത് അഷ്ടമുടി കായലാണ്. അത് കേരളത്തിൻ്റെ രണ്ടാമത്തെ വലിയ കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് വേ ഓഫ് ദി കായൽസ് അങ്ങനെയല്ല, ഗേറ്റ് വേ ഓഫ് ദി ബാക്ക് വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നതാണ് അഷ്ടമുടി കായൽ. അതുപോലെ തന്നെ അഷ്ടമുടി കായലിൻ്റെ ആകൃതി ഒരു നീരാളിയുടെ രൂപത്തിലാണ്. അപ്പോൾ അഷ്ടമുടി കായലിൻ്റെ ആകൃതി മനസ്സിലാക്കി വെക്കണം. നീരാളിയുടെ ആകൃതി അല്ലെങ്കിൽ പനയോലയുടെ ആകൃതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമുടി കായലാണ്. കല്ലടയാർ ഈ കായലിൽ പതിക്കുന്നു. അപ്പോൾ അഷ്ടമുടി കായലിൽ പതിക്കുന്ന നദി ഏതാണ്? അത് കല്ലടയാറാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മളിവിടെ ഒരു അനുബന്ധ വിവരം നോക്കുക എന്ന രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വേറെ പോയിന്റ് ഉണ്ട്. ഏറ്റവും ആഴം കൂടിയ കായലും ഈ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ അഷ്ടമുടി കായലാണ്. അതുകൊണ്ട് ചേർത്ത് വെച്ച് പഠിക്കുക. ഇനി അടുത്തൊരു കായലാണ് ശാസ്താംകോട്ട കായൽ. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ്, ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ട കായലാണ്. ഇനി കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ ഇത് തെറ്റരുത്, ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ഇനി ശാസ്താംകോട്ട കായലിൻ്റെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആകൃതിയാണ്. അപ്പോൾ ശാസ്താംകോട്ട കായലിൻ്റെ ആകൃതി എഫ് ആകൃതിയാണ്. അഷ്ടമുടി കായലിൻ്റെ ആണെങ്കിൽ എങ്ങനെയാണ്? അത് നീരാളിയുടെ ആകൃതിയാണ്. അപ്പോൾ ഈ പോയിൻ്റൊക്കെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക, എന്നാൽ മാത്രമേ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ മാറിപ്പോകും. ഇനി അടുത്ത കായലാണ് കായംകുളം കായൽ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ആലപ്പുഴ, കൊല്ലം ജില്ലയായിട്ട് വ്യാപിച്ചിരിക്കുന്നതാണ് കായംകുളം കായൽ. അതുപോലെ തന്നെ ചവറ, പന്മനത്തോട് അഷ്ടമുടി കായലിനെ കായംകുളം കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അഷ്ടമുടി കായലിനെ കായംകുളം കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ ചവറ, പന്മനത്തോട്. ജസ്റ്റ് ചോദിച്ചെന്ന് വരാം, ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ കവ്വായി കായലുണ്ട്, കണ്ണൂർ ജില്ലയിലെ കായലാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കവ്വായി കായലൊക്കെ ഏത് കായലാണ്, ഏത് ജില്ലയിലാണെന്നുള്ളതൊക്കെ. അപ്പോൾ കണ്ണൂർ ജില്ലയിലാണ്. ഇനി അടുത്തത് ഉപ്പളക്കായലാണ്. ഉപ്പളക്കായൽ എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് ഉപ്പളക്കായൽ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ, അത് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ഓപ്ഷൻ ഇങ്ങനെയാണ്: പൊന്തച്ചാടൻ, ബുദ്ധമയൂരി, പുള്ളിയാര, ചീനപ്പൊട്ടൻ. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടായിരിക്കും. ബുദ്ധമയൂരിയാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പാപ്പിലോ ബുദ്ധ എന്നാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സയൻറ്റിഫിക് നെയിം പാപ്പിലോ ബുദ്ധ.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പോയിന്റുകളൊക്കെ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. വേറൊരു ചോദ്യം കൂടി വരാണ്ട്, അപ്പോൾ നമുക്ക് ഒന്നിച്ച് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ: കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ കബനി, പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. ഉത്തരം കിട്ടി കാണും, കബനിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാറാണ്. 44 നദികളാണ് കേരളത്തിലുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ 3 കിഴക്കോട്ട് ഒഴുകുന്നു. അതാണ് ഈ പറഞ്ഞ കബനി, ഭവാനി, പാമ്പാർ. ഇനി കബനിയെ പറ്റി നോക്കാം. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി. വയനാട് ജില്ലയിലെ തൊണ്ടാർമൂടിയിൽ നിന്നാണ് ഉത്ഭവം. കബനിയുടെ പ്രധാന പോഷക നദികളാണ് പനമരം പുഴ, മാനന്തവാടി പുഴ. കബനിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് പനമരം പുഴ, മാനന്തവാടി പുഴ. ബാണാസുര സാഗർ അണക്കെട്ട് ഈ നദി സ്ഥിതി ചെയ്യുന്നു, കബനി നദിയിൽ. അതുപോലെ കർണാടകയിൽ വെച്ച് കാവേരി നദിയിൽ ചേരുന്നു. കർണാടകയിൽ വെച്ച് കാവേരി നദിയിൽ ചേരുന്നു. ഈ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഒന്നുകൂടി പറയാം: കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവം. അതുപോലെ തന്നെ കബനിയുടെ പ്രധാന പോഷക നദികളാണ് പനമരം പുഴ, മാനന്തവാടി പുഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. ബാണാസുര സാഗർ അണക്കെട്ട് കബനി നദിയിലാണ്. ഇനി കാവേരിയിൽ ചെന്ന് ചേരുന്ന നദിയാണ് കബനി. അത് കർണാടകയിൽ വെച്ചാണ് കാവേരി ചേരുന്നത്, അത് കൃത്യമായി പഠിച്ചേക്കണം. കർണാടക വെച്ച് കാവേരി ചേരുന്നത് കബനി നദിയാണ്. അതുപോലെ തന്നെ അടുത്ത നദിയാണ് ഭവാനി. പാലക്കാട് ജില്ലയിലെ ആനക്കട്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭവാനി. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി. അപ്പോൾ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ നദിക്ക് ഓർമ്മ തന്നെ ഉണ്ടാവും. ജസ്റ്റ് സൈലന്റ് വാലിയുടെ അതിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി. അതുപോലെ ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി, വരകാറ്, വാളയാറ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വെക്കണം. ഭവാനിയുടെ പോഷക നദിയാണ് ശിരുവാണി, വരകാറ്, വാളയാറ്. ഇനി തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയിൽ ചേരുന്നു. അപ്പോൾ ഭവാനി തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് കാവേരിയിൽ ചേരുന്നത്. പോയിന്റ് ശ്രദ്ധിക്കണം. പാലക്കാട് ജില്ലയിലെ ആനക്കട്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ശിരുവാണി, വരകാറ്, വാളയാറ്. ശിരുവാണി, വരകാറ്, വാളയാറ് ഭവാനിയുടെ പോഷക നദിയാണ്. തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് ഭവാനിയോട് ചേരുന്നത്, കാവേരിയിൽ ചേരുന്നത്. ഇനി അടുത്തത് പാമ്പാറാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാറ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു. അതുപോലെ തമിഴ്നാട്ടിലെ അമരാവതി നദിയിൽ ചേരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ്. അപ്പോൾ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കബനിയും കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ്. ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഒഴുകുന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഒഴുകുന്നത് പാമ്പാറാണ്. ഇനി തമിഴ്നാട്ടിലെ അമരാവതി നദിയിലാണ് വന്ന് ചേരുന്നത്. പാമ്പാർ ചേരുന്നത് അമരാവതി നദിയിലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഓപ്ഷനിൽ ചില നദികൾ നമ്മൾ കണ്ടു, പെരിയാർ, ഭാരതപ്പുഴ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളാണ്, ഇതൊക്കെ പ്രധാനപ്പെട്ട നദികളാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് കൂട്ടത്തിൽ ഇതും കൊണ്ടാണ് പഠിച്ചിട്ട് പോവാം. അപ്പോൾ പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഈ 244 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ, 244 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാറാണ്. അതുപോലെ പശ്ചിമഘട്ടത്തിലെ ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് പെരിയാർ. പശ്ചിമഘട്ടത്തിലെ ശിവഗിരിയിൽ നിന്ന്. അതുപോലെ തന്നെ വേമ്പനാട്ട് കായൽ പതിക്കുന്ന നദിയാണ് പെരിയാർ. അപ്പോൾ പെരിയാർ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നും അത് പതിക്കുന്നത് വേമ്പനാട്ട് കായലുമാണ്. ഇനി പെരിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മുതിരമ്പുഴ, മുല്ലയാറ്, ചെറുതോണി, പെരിഞ്ചാംകുട്ടി. ഒന്നുകൂടി പറയാം: മുതിരമ്പുഴ, മുല്ലയാറ്, ചെറുതോണി, പെരിഞ്ചാംകുട്ടി. ഇനി പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി, മുല്ലപ്പെരിയാർ, ഭൂതത്താൻകെട്ട്. അപ്പോൾ പെരിയാറിൽ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ഇടുക്കി അണക്കെട്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ട്, ഭൂതത്താൻകെട്ട്. അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നദിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു പെരിയാറിലാണ്. ഇനി ആലുവ, പെരുമ്പാവൂര്, കാലടി എന്നിവ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ആലുവ, പെരുമ്പാവൂർ, കാലടി എന്നിവ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണമാണ്. ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായ കാലടി ഈ നദിയുടെ തീരത്താണ്. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. ഇനി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴ. ഈ ഒരു നീളം എന്തായാലും പഠിച്ചു വെക്കണം. 244 പെരിയാർ, 209 ഭാരതപ്പുഴ.
ഇനി നീള എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നീള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഇനി തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ഇനി അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. പെരിയാർ എവിടെ പതിക്കുന്നത്? വേമ്പനാട്ടുകായലിലാണ് പതിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മ വേണം. ഇനി പ്രധാന പോഷകനദികൾ, അതായത് ഭാരതപ്പുഴയുടെ പ്രധാന പോഷകനദികളാണ് തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ. തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ. ഇനി കേരളത്തിലെ സാംസ്കാരിക നദിയായി അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ സാംസ്കാരിക നദിയായിട്ട് അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പ്രധാന അണക്കെട്ടുകൾ മലമ്പുഴ അണക്കെട്ട്, മംഗലം അണക്കെട്ട്, വാഴാനി, പോത്തുണ്ടി, ചുള്ളിയാർ, ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട അണക്കെട്ടാണ്. അപ്പോൾ ഭാരതപ്പുഴയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്, മംഗലം അണക്കെട്ട്, വാഴാനി അണക്കെട്ട്, പോത്തുണ്ടി അണക്കെട്ട്, ചുള്ളിയാർ അണക്കെട്ട്. ഇനി അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം ഈ നദിയുടെ തീരത്താണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായ കാലടി പെരിയാറിൻ്റെ തീരത്താന്ന് പറഞ്ഞു. ഇവിടെ ആ ഭാരതപ്പുഴയുടെ തീരത്തുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി പമ്പ നദി കൂടി നോക്കാം. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. 176 കിലോമീറ്ററാണ് പമ്പയ്ക്കുള്ളത്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് 176 കിലോമീറ്റർ ഉള്ളത്. ഇനി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നതാണ് പമ്പ. ദക്ഷിണ ഗംഗ. അതുപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും പമ്പ തന്നെ കേട്ടോ. ദക്ഷിണ ഭഗീരഥി. അതുപോലെ തന്നെ പമ്പ നദിയുടെ ഉത്ഭവം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പീരുമേട്ടിലെ പുളിച്ചുമലയിൽ നിന്നാണ്. ഇപ്പോൾ പമ്പ നദി ഉത്ഭവിക്കുന്നത് പീരുമേട്ടിലെ പുളിച്ചുമലയിൽ നിന്നാണ്. ഇനി അതുപോലെ തന്നെ പമ്പ പതിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ്. പെരിയാറും പമ്പയൊക്കെ പതിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ്. ഇനി പ്രധാന പോഷകനദികൾ, പമ്പയുടെ പ്രധാന പോഷകനദികളാണ് കല്ലാറ്, അഴുത, കക്കിയാറ്, പമ്പയാറ്. ഒന്നുകൂടി പറയാം, കല്ലാറ്, അഴുത, കക്കിയാറ്, കക്കാട്ടാറ്, ഇതൊക്കെ പ്രധാന പോഷകനദികളാണ്. അതുപോലെ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പമ്പയുടെ തീരത്താണ്. ശബരിമല ക്ഷേത്രം ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനി പമ്പയുടെ തീരത്താണ് പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി നടക്കുന്നത്. പമ്പയുടെ തീരത്താണ് പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. അത് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ്. ഇവിടെ പമ്പയുടെ തീരത്ത് നടക്കുന്ന വള്ളംകളിയാണ്, അല്ലെ പമ്പയിൽ നടക്കുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ആന, കാണ്ടാമൃഗം, വരയാട്, പുലി. ഉത്തരം വരയാടാണ്. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. നെക്സ്റ്റ് ഒന്ന് ദേശീയോദ്യാനത്തെക്കുറിച്ചൊന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഇരവികുളം ദേശീയോദ്യാനം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. അങ്ങനെ 1978 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. 1978 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അപ്പോൾ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളതാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ്. അതിൻ്റെ ഉയരം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2695 മീറ്ററാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അപ്പോൾ അത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. അതുപോലെ നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ നീലക്കുറിഞ്ഞിക്ക് പ്രസിദ്ധമായ സ്ഥലം കൂടിയാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇനി അടുത്തത് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. അതേപറ്റി പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മണ്ണാർക്കാടാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി 1984 ദേശീയോദ്യാനമായത്. ഇരവികുളം ദേശീയോദ്യാനമായത് എപ്പോഴാണ്? 1978. ഇവിടെ 1984 സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. നിത്യഹരിത വനങ്ങളാൽ സമ്പന്നമായ ഇവിടെ ശോലവനങ്ങളും പുൽമേടുകളും കാണപ്പെടുന്നു. അതുപോലെ തന്നെ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. നമ്മൾ നേരത്തെ നദികൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു ഭവാനി സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്നു പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് പോയിന്റ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അത് ഓർത്ത് വെക്കണം. ഈ കുന്തിപ്പുഴ തൂതപ്പുഴയുടെ പോഷക നദിയാണ്. അത് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പോയിന്റുകൾ വേറെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതവിടെ സിംഹവാലൻ കുരങ്ങുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് സൈലൻറ്റ് വാലി.
വരയാടുകളുടെ കാര്യം പറയുമ്പോൾ അത് ഇരവികുളമാണ്. ഇനി അടുത്തത് ആനമുടി ചോല, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആനമുടി ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ആനമുടി ചോലയെ 2003 എന്ത് ചെയ്യുന്നത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി ശോനവനങ്ങളും പുൽമേടുകളും ഇവിടെ കാണപ്പെടുന്നു. ഇനി വിവിധ തരം സസ്യജാലങ്ങളുടെ സംരക്ഷണത്തിനായി രൂപം കൊള്ളുന്നു. വിവിധ തരം സസ്യജന്തുജാലങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ട് ചോലവനങ്ങളുടെ സംരക്ഷണമാണ് ഇതിന് മുഖ്യ ലക്ഷ്യം. അപ്പോൾ ഒരു വർഷം പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തതാണ് പാമ്പാടും ചോല. പാമ്പാടും ചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. 1.32 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടും ചോലയ്ക്കുള്ളത്. അതുപോലെ 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെയാണ് പറയുന്നത്, അതായത് പാമ്പാടും ചോലയും ആനമുടി ചോലയും 2003. ഇനി അടുത്തത് മതികെട്ടാൻ ചോല, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. ശോലവനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയിലാണ്, 2003 ദേശീയോദ്യാനമാക്കി പ്രഖ്യാപിച്ചു. അതുപോലെ വനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. ചോലവനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഓക്കെ, മറക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ 5 ദേശീയോദ്യാനങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ആ 5 ദേശീയോദ്യാനങ്ങളിൽ 4 എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അത് ഓർമ്മ വേണം. 2003 പാമ്പാടും ചോല, ആനമുടി ചോല, മതികെട്ടൻ ചോല എന്നിവ വന്നിട്ടുള്ളത്. പിന്നെ ഇരവികുളം വരുന്നതും ഇടുക്കിയിലാണ്. അത് 1978. പിന്നെയുള്ള ദേശീയോദ്യാനം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാടാണ്. അത് സൈലൻറ്റ് വാലിയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതൊക്കെ കൃത്യമായി പഠിച്ചു വയ്ക്കുക. കൂടുതലായിട്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി? ഭാരതപ്പുഴ, മീനച്ചിലാറ്, കോരപ്പുഴ, മഞ്ചേശ്വരം പുഴ. ഉത്തരം കിട്ടിക്കാണും, മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ മഞ്ചേശ്വരം പുഴയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻ്റ് ഉണ്ട്, അത് നോക്കാം. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുഴയാണ് മഞ്ചേശ്വരം പുഴ. അപ്പോൾ കാസർഗോഡ് ജില്ല സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. ഇനി ബാലേപ്പുണ്ണി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പുണ്ണി കുന്നുകളിൽ നിന്നാണ്. അത് കൃത്യമായിട്ട് നോട്ട് വയ്ക്കുക. ഇനി മംഗലാപുരത്തിനോടടുത്തുള്ള ഉള്ളാർ എന്ന സ്ഥലത്ത് വെച്ച് ഈ പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അപ്പോൾ മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. അത് മംഗലാപുരത്തിനടുത്ത് വെച്ചുള്ള ഉള്ളാർ എന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ അത് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാറ്. നേരത്തെ നമ്മൾ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു തെക്കേ അറ്റത്ത്. ഇനി അഗസ്ത്യാർകൂടം കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യാർകൂടം കുന്നുകളിൽ നിന്നാണ്. ഇനി നെയ്യാർ ഡാം ഈ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതവും ഇതിൻ്റെ തീരത്താണ്. അപ്പോൾ നെയ്യാർ വന്യജീവി സങ്കേതവും നെയ്യാർ ഡാമൊക്കെ നെയ്യാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയുണ്ടായിരിക്കും. അതുപോലെ ഓപ്ഷനിലുണ്ടായിരുന്നതാണ് കോരപ്പുഴ. കോരപ്പുഴയ്ക്കും ഒരു പ്രാധാന്യമുണ്ട്. വയനാടൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കോരപ്പുഴ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തിയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തിയിലുള്ള പുഴ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോരപ്പുഴയാണ്. കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തിയിലുള്ള പുഴ ഏതാണ്? അത് കോരപ്പുഴയാണ്. ഇനി കോഴിക്കോടുള്ള എലത്തൂരിനടുത്ത് വെച്ച് ഈ നദി അറബിക്കടലിൽ ചേരുന്നു. അപ്പോൾ കോരപ്പുഴ പതിക്കുന്നതും അറബിക്കടലാണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. എലത്തൂരിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോരപ്പുഴ അറബിക്കടലിൽ ചെന്ന് ചേരുന്നത്. ഇനി പ്രധാനപ്പെട്ട പോയിൻ്റാണിത്. വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ പരാമർശിക്കുന്ന നദിയാണ് കോരപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പരാമർശിക്കുന്ന നദിയാണ് കോരപ്പുഴ. അപ്പോൾ ഈ 2 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തിയിലുള്ളത് കോരപ്പുഴ, വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ പരാമർശിക്കുന്നതും കോരപ്പുഴയാണ്. ഇനി അടുത്തൊരു നദിയാണ് മീനച്ചിലാറ്. ഇതും പ്രധാനപ്പെട്ടതാണ്. കോട്ടയം ജില്ലയിലെ പ്രധാന നദിയാണ് മീനച്ചിലാറ്. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് മീനച്ചിലാറ്. ഇനി ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിൽ നിന്നാണ് മീനച്ചിലാർ ഉത്ഭവിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മീനച്ചിലാർ ഉത്ഭവിക്കുന്നത്. പ്രസിദ്ധമായ കോട്ടയം നഗരം ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മീനച്ചിലാറ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്താണ്. കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്താണ്. ഈ നദി വേമ്പനാട്ട് കായലിലാണ് വന്നു ചേരുന്നത്. അപ്പോൾ നമ്മൾ 3 നദികൾ ഇപ്പോൾ വേമ്പനാട്ട് കായലിൽ വന്നു ചേരുന്നു പറഞ്ഞു. പമ്പ, പെരിയാറ്, ഇപ്പോൾ മീനച്ചിലാറ്. അതൊക്കെ എവിടെ ചേരുന്നതാണ്? വേമ്പനാട്ട് കായലിൽ ചെന്ന് ചേരുന്നു. അപ്പോൾ ആ പോയിന്റുകളൊക്കെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്. അപ്പോൾ ആർക്കെല്ലാവർക്കും അറിയാം, അത് ചിങ്ങം 1, വൃശ്ചികം 1, നവംബർ 1, മെയ് 1. ഏതാണ്? ചിങ്ങം 1 ആണ്. അപ്പോൾ കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1 ആണ്. ഇനി അടുത്തൊരു ചോദ്യം,
കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? അത് ഡീസൽ, നാഫ്ത, പെട്രോൾ, മണ്ണെണ്ണ. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ചോദിച്ചിട്ടും കുറേ കണ്ട് പരിചയമുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഉത്തരമാണ് നാഫ്ത. അപ്പോൾ കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. ഇനി അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകൾ നോക്കാം. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കപ്പെട്ടത്. 1976 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. 1976 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കാനഡയുടെ സഹായത്തോടെയാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത്. 1976 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇനി അടുത്തൊരു പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ മനസ്സിലാക്കണം, പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ഇവിടെ പറയുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന ഡാം പമ്പയിലെ പമ്പ ഡാമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെയും കുറച്ച് പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻ്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുമായി പറയുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. പമ്പ നദിയിലാണ് അതിൻ്റെ ഒരു ഡാം വരുന്നത്, പമ്പയിൽ തന്നെയാണ്. ഇനി അടുത്തൊരു പദ്ധതിയാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതി തൃശ്ശൂർ ജില്ലയിലാണ്. ഷോളയാർ അണക്കെട്ടാണ് ഈ പദ്ധതിയുടെ പ്രധാന ഭാഗം. അപ്പോൾ അടുത്ത പദ്ധതി ഷോളയാർ ജലവൈദ്യുത പദ്ധതി തൃശ്ശൂർ ജില്ലയിലാണ്, ചാലക്കുടി പുഴയിലാണ്. അതുപോലെ തന്നെ അണക്കെട്ട് ഷോളയാർ അണക്കെട്ടാണ്. ഇനി അടുത്തൊരു പദ്ധതിയാണ് കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ ഡാം കക്കയത്താണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ്, കുറ്റിയാടി പുഴയിലാണ്. ഈ പദ്ധതിയുടെ ഡാം സ്ഥിതി ചെയ്യുന്നത് കക്കയത്താണ്. അപ്പോൾ കുറ്റ്യാടി പദ്ധതിയുടെ ഡാം സ്ഥിതി ചെയ്യുന്നത് അത് കക്കയത്താണ്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം, NTPC എന്ന് പറയും. ഇനി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ഒരു വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ലിക്വിഡ് നാഫ്ത ഉപയോഗിച്ചാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു താപവൈദ്യുത നിലയത്തിന് വേറെ പേരുണ്ട്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നും ഇതിന് പേരുണ്ട്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വെക്കണം, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു താപവൈദ്യുത നിലയങ്ങൾ വേറെ ഉണ്ട്. എറണാകുളത്തുനിന്നുണ്ട്, അത് ബ്രഹ്മപുരം താപവൈദ്യുത നിലയമുണ്ട്, അവിടെ ഡീസലിന് പ്രവർത്തിക്കുന്നതാണ്. കോഴിക്കോടുണ്ട്, നല്ലോണം താപവൈദ്യുത നിലയമുണ്ട്, അത് പ്രവർത്തിക്കുന്ന ഡീസലിനാണ്. ഇനി വേറെ താപവൈദ്യുത നിലയം ചീമേനുണ്ട്, അത് പ്രകൃതിവാതകത്തിന് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ്. അപ്പോൾ അത് മറക്കരുത്. ഇതൊക്കെ കൂടാതെ സൗരോർജ്ജ നിലയങ്ങളുണ്ട് നമുക്ക്. പേരൂർക്കട സൗരോർജ്ജ പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതി കേരളത്തിലെ ആദ്യത്തെ വലിയ സൗരോർജ്ജ നിലയമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വലിയ സൗരോർജ്ജ നിലയമാണ് പേരൂർക്കട സൗരോർജ്ജ പദ്ധതി. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക, അത് തിരുവനന്തപുരത്താണ്. ഇനി അടുത്തത് കഞ്ചിക്കോട് സോളാർ പ്ലാന്റ്. ഇനി കഞ്ചിക്കോട് ഒരു സോളാർ പ്ലാന്റ് ഉണ്ട്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് ഈ സോളാർ പാർക്കുള്ളത്. അത് കേരളത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കാണ്. അപ്പോൾ ഇവിടെ മാറരുത്, കഞ്ചിക്കോടുള്ള സോളാർ പാർക്കാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഒരു സോളാർ പാർക്കുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഞ്ചിക്കോട് സോളാർ പാർക്കാണ്. ഇനി കാറ്റിൽ നിന്നും കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രാമക്കൽമേട് കാറ്റാടിപ്പാടം. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടാണ് കേരളത്തിലെ പ്രധാന കാറ്റാടിപ്പാടം. അതുപോലെ തന്നെ കഞ്ചിക്കോട് കാറ്റാടിപ്പാടമുണ്ട്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് കാറ്റാടിപ്പാടമുണ്ട്. അപ്പോൾ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് രാമക്കൽമേട്, അത് ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ അത് കഞ്ചിക്കോടുണ്ട്, അത് പാലക്കാടാണ്. ഇനി അടുത്തത് തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം വേവ് എനർജി പ്ലാന്റ് എന്ന് പറയും. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ വൈപ്പിൻ, നീണ്ടകര, മുനമ്പം, വിഴിഞ്ഞം. കിട്ടിക്കാണും, നീണ്ടകരയാണ് ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നോക്കാം. അപ്പോൾ ഇത് പറയുമ്പോൾ കേരളത്തിൽ രണ്ട് തരത്തിലുള്ള തുറമുഖങ്ങളുണ്ട്. ഒന്ന് മത്സ്യബന്ധന തുറമുഖമുണ്ട്, രണ്ട് വാണിജ്യ തുറമുഖമുണ്ട്. അപ്പോൾ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏതൊക്കെ നോക്കാം.
വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരത്താണ്. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം കൊല്ലത്താണ്. ശക്തികുളങ്ങര മത്സ്യബന്ധന തുറമുഖം കൊല്ലത്താണ്. കായംകുളം മത്സ്യബന്ധന തുറമുഖം ആലപ്പുഴയിലാണ്. മുനമ്പം മത്സ്യബന്ധന തുറമുഖം എറണാകുളത്താണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം തൃശ്ശൂരാണ്. അഴീക്കോട് മത്സ്യബന്ധന തുറമുഖം തൃശ്ശൂരാണ്. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖം കോഴിക്കോടാണ്. പുതിയങ്ങാടി മത്സ്യബന്ധന തുറമുഖം കോഴിക്കോടാണ്. ധർമ്മടം മത്സ്യബന്ധന തുറമുഖം കണ്ണൂരാണ്. അതുപോലെ തന്നെ അഴീക്കോട് മത്സ്യബന്ധന തുറമുഖം കണ്ണൂരാണ്. അതുപോലെ മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖം കാസർഗോഡാണ്. ഇനി വാണിജ്യ തുറമുഖങ്ങളുണ്ട്. അത് കൊച്ചിൻ പോർട്ട് എറണാകുളം, വലിയതുറ തിരുവനന്തപുരം, അഞ്ചുതെങ്ങ് തിരുവനന്തപുരം, പിന്നെ തലശ്ശേരി കണ്ണൂർ. അപ്പോൾ ഇത്രയും തുറമുഖങ്ങളുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഒന്നുകൂടി പറയാം. വിഴിഞ്ഞുണ്ട്, നീണ്ടകരുണ്ട്, ശക്തികുളങ്ങര, കായംകുളം, മുനമ്പം, ചേറ്റുവ, അഴീക്കോട്, ബേപ്പൂർ, പുതിയങ്ങാടി, ധർമ്മടം, അഴീക്കൽ, മഞ്ചേശ്വരം. ഇതൊക്കെ മത്സ്യബന്ധന തുറമുഖങ്ങളാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ഇതൊന്നും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം അതിൽ ഓപ്ഷൻ നോക്കാം. എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കൊല്ലം ജില്ലയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഡിജിറ്റൽ കോടതിയാണ്. ഈ ഡിജിറ്റൽ കോടതി കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കുറച്ച് പോയിന്റ് ഉണ്ട്, നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതുപോലത്തെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണം, അത് കോട്ടയമാണ്. 1989. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയമാണ്. 1989 വർഷം പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല അത് എറണാകുളം ജില്ലയിലാണ്. 1990. ആ വർഷങ്ങളൊക്കെ ഒരു കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. 89, 90. ഇനി അടുത്ത് വരാൻ പോകുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം കേരളമാണ്. അത് 1991. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, 89, 90, 91. ഇനി കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ജില്ല മലപ്പുറമാണ്. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ജില്ല മലപ്പുറത്താണ്. ഈ ചോദ്യം ഈ അടുത്ത് വന്നൊരു എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതിയവർക്ക് അറിയുണ്ടായിരിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം കേരളമാണ്. അങ്ങനെയാണ് കേട്ടോ, അതൊരു ചെറിയ മിസ്റ്റേക്ക് വന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇനി കൊല്ലം ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല. കൊല്ലം ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടനാ സാക്ഷരത നേടിയത് 2022 ജനുവരി 15. 2022 ജനുവരി 15. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ഇങ്ങനെയാണ്: നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ചിറയൻകീഴ്, കാട്ടാക്കട. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലാണ്. ഇനി ഈ ഒരു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ഇപ്പോൾ ഈ അടുത്ത് ഉദ്ഘാടനമൊക്കെ ചെയ്ത കാരണം തന്നെ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത് നോക്കാം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരക്കു ഗതാഗത കേന്ദ്രമായി വികസിപ്പിക്കുക എന്നതാണ് ഈ ഒരു തുറമുഖത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ശ്രദ്ധിച്ചു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരക്കു ഗതാഗത കേന്ദ്രമായി വികസിപ്പിക്കുക എന്നതാണ് ഈ തുറമുഖത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ഏറ്റവും ആഴമേറിയ കണ്ടെയ്നർ ടെർമിനലാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ കണ്ടെയ്നർ ടെർമിനൽ. ഏത് കാലാവസ്ഥയിലും കപ്പലുകൾക്ക് അടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഷെൻഹുവ 15 എന്ന ചരക്കു കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തിയത്. ഷെൻഹുവ 15 എന്ന ചരക്കു കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ട് എത്തിയത്. ഷെൻഹുവ കപ്പൽ ചൈനയുടെയാണ്. അതുപോലെ തന്നെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് വിഴിഞ്ഞത്തെത്തിയ ഏറ്റവും വലിയ ചരക്കു കപ്പൽ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ്. ഇത് ഒരു ഡെൻമാർക്കിൽ നിന്നുള്ളൊരു കപ്പലാണ് സാൻ ഫെർണാണ്ടോ. അപ്പോൾ അത്തരം പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് നോക്കാം. കുറച്ച് മണ്ണുകൾ, കേരളത്തിലെ മണ്ണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റുകളുണ്ട്, നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനുമാണ് ലാറ്ററൈറ്റ് മണ്ണ്. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഈ ലാറ്ററൈറ്റ് മണ്ണ് എങ്ങനെ ഉണ്ടാകുന്നത്? അതാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത്. ഇനി ചെങ്കൽ മണ്ണ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. ലാറ്ററൈറ്റ് മണ്ണ് ചെങ്കൽ മണ്ണ് എന്നറിയപ്പെടുന്നു.
ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെയും അലുമിനിയത്തിൻ്റെയും അംശം കൂടുതലുള്ളതിനാൽ ഇതിന് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ്. ഇരുമ്പിൻ്റെയും അലുമിനിയത്തിൻ്റെ അംശം കൂടുതലുള്ളതിനാൽ ഇതിന് ചുവപ്പ് കലർന്ന ഒരു തവിട്ട് നിറമാണ് ലാറ്ററൈറ്റ് മണ്ണിന്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ മണ്ണിൽ കുറവാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ മണ്ണിൽ എന്താണ്, ഈ ഒരു ലാറ്ററൈറ്റ് മണ്ണിൽ കുറവാണ്. ഇനി കശുവണ്ടി, റബ്ബർ, തെങ്ങ്, തേയില, കാപ്പി തുടങ്ങിയ വിളകൾക്ക് മണ്ണ് അനുയോജ്യമാണ്. കശുവണ്ടി, റബ്ബർ, തെങ്ങ്, തേയില, കാപ്പി തുടങ്ങിയ കൃഷികൾക്ക് ലാറ്ററൈറ്റ് മണ്ണ് എന്താണ്, ആവശ്യമാണ്. ഇനി അടുത്തത് എക്കൽ മണ്ണാണ്. നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന മണ്ണും എക്കൽ മണ്ണും അടിഞ്ഞുകൂടി രൂപപ്പെടുന്നതാണ് എക്കൽ മണ്ണ്. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങളാൽ ഉണ്ടായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. അതുപോലെ കേരളത്തിലെ നദികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഈ മണ്ണ് കാണപ്പെടുന്നു. കേരളത്തിലെ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ എന്താണ്, എക്കൽ മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠുള്ളതാണ്. ജലാംശം നിലനിർത്താനുള്ള കഴിവ് ഈ മണ്ണിനുണ്ട്, എക്കൽ മണ്ണിന് ഉണ്ട്. ഇനി അതുപോലെ പ്രധാന കൃഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല്, കരിമ്പ്, വാഴ, പച്ചക്കറികൾ. നെല്ല്, കരിമ്പ്, വാഴ, പച്ചക്കറികൾ തുടങ്ങിയ കൃഷികൾ ഈ ഒരു എക്കൽ മണ്ണ് ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യാൻ എക്കൽ മണ്ണ് വളരെ അനുയോജ്യമാണ്. അപ്പോൾ ആ പോയിന്റുകൾ മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പോയിന്റുകളൊക്കെ ഉണ്ട്. അത് വേറെ ക്ലാസ്സിൽ നമുക്ക് പറയാം, വേറെ സന്ദർഭം വരുമ്പോൾ നമുക്ക് പറയാം. ഇനി അടുത്തൊരു മണ്ണാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ഇത് ശ്രദ്ധിക്കണം, ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റാണ്. കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. ഇനി ഈ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠുള്ളതാണ്. അതുപോലെ ജലാംശം സംഭരിക്കാനുള്ള ഇതിൻ്റെ കഴിവ് വളരെ വലുതാണ്. അത് കറക്റ്റാണ്. ജലാംശം സംഭരിക്കാനുള്ള ഇതിൻ്റെ കഴിവ് വളരെ വലുതാണ്. ഈർപ്പം കൂടുതലായതിനാൽ വരണ്ട കാലാവസ്ഥയിലും ഈ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. ഈർപ്പം കൂടുതലായതിനാൽ വരണ്ട കാലാവസ്ഥയിലും ഈ മണ്ണ് എന്താണ്, കൃഷിക്ക് അനുയോജ്യമാണ്. അതുപോലെ തന്നെ പരുത്തി, കരിമ്പ്, നിലക്കടല തുടങ്ങിയ വിളകൾക്ക് കൃഷി ചെയ്യാൻ ഈ മണ്ണ് വളരെ അനുയോജ്യമാണ്. ഇനി അടുത്തതാണ് ചുവന്ന മണ്ണ്. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം. ചുവന്ന മണ്ണിന് ചുവപ്പ് നിറം കിട്ടുന്നത് ഇരുമ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ്. ഇനി ഈ മണ്ണ് തീരെ ഫലഭൂയിഷ്ഠി ഇല്ലാത്ത ഒരു മണ്ണാണ്. അപ്പോൾ ചുവന്ന മണ്ണാണ് ഏറ്റവും ഫലഭൂയിഷ്ഠി ഇല്ലാത്ത മണ്ണ്. അതുപോലെ തന്നെ ജലാംശം നിലനിർത്താൻ കഴിവില്ല, ജലാഗിരണ ശേഷി അല്ലെങ്കിൽ നിലനിർത്താനുള്ള കഴിവ് ഇല്ലാത്തൊരു മണ്ണും കൂടിയാണ് ചുവന്ന മണ്ണ്. അതുപോലെ തന്നെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്ക് ഭാഗങ്ങളിലും കോട്ടയം, പത്തനംതിട്ട ജില്ലയിലും ഈ മണ്ണ് കാണപ്പെടുന്നു. അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെയാണ് ഈ ഒരു മണ്ണ് കാണപ്പെടുന്നത്. മരച്ചീനി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല. മരച്ചീനി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല എന്നിവ കൃഷി ചെയ്യാൻ ഈ മണ്ണ് അനുയോജ്യമാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഓരോ മണ്ണും അവിടെ കൃഷി ചെയ്യുന്ന വിളകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു മണ്ണാണ് തീരദേശ മണ്ണ്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, എറണാകുളം ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ ഈ മണ്ണ് കാണപ്പെടുന്നു. അപ്പോൾ കേരളത്തിൽ തീരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് എവിടെയാണ്, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ഭാഗങ്ങളിൽ. ഇനി മണൽ കലർന്ന ഈ മണ്ണിന് ജലാംശം നിലനിർത്താനുള്ള കഴിവ് കുറവാണ്. മണൽ കലർന്ന ഈ മണ്ണിന് ജലാംശം നിലനിർത്താനുള്ള കഴിവ് കുറവാണ്. തീരദേശ മണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത്, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. കടൽ തീരത്തുള്ള മണ്ണായതിനാൽ ഇതിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. കടൽ തീരത്തുള്ള മണ്ണായതിനാൽ ഇതിലെന്താണ്, ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. അതുപോലെ തന്നെ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ മണ്ണ് അനുയോജ്യമാണ്. തെങ്ങ്, നെല്ല് എന്നിവ കൃഷി ചെയ്യാൻ എന്താണ്, ഈ ഒരു മണ്ണ്, തീരദേശ മണ്ണ് അനുയോജ്യമാണ്. ഇനി അടുത്തൊരു മണ്ണാണ് വനമണ്ണ്. കേരളത്തിലെ വനപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കൂടിയ ഭാഗങ്ങളിലും ഈ മണ്ണ് കാണപ്പെടുന്നു. കേരളത്തിലെ വനപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കൂടിയ ഭാഗങ്ങളിലുമാണ് ഈ ഒരു വനമണ്ണ് കാണപ്പെടുന്നത്. ഇനി ഈ മണ്ണ് ജൈവാംശം കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ വനമണ്ണിലാണ് ഏറ്റവും കൂടുതൽ ജൈവാംശം ഉള്ളത്. കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം, വനമണ്ണിൽ എന്തുണ്ട്, ജൈവാംശം കൂടുതലാണ്. മരങ്ങളുടെ ഇലകളുടെയും മറ്റ് ജൈവാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയതാണ് ഈ ഒരു മണ്ണിന് രൂപം കൊള്ളുന്നത്. അതായത് മരങ്ങളുടെ ഇലകളുടെയും മറ്റ് ജൈവാംശങ്ങളും മരങ്ങളുടെ ഇലകളും മറ്റ് ജൈവാംശങ്ങളും അടിഞ്ഞുകൂടിയാണ് ഈ മണ്ണ് രൂപപ്പെടുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കുക. വനമേഖലയിൽ ധാരാളമായി കൃഷി ചെയ്യാറില്ലെങ്കിലും തേയില, കാപ്പി, ഏലം തുടങ്ങിയ വിളകൾക്ക് ഈ മണ്ണ് അനുയോജ്യമാണ്. അപ്പോൾ മനസ്സിലാക്കുക, വനമേഖലയിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യില്ലെങ്കിലും തേയില, കാപ്പി, ഏലം തുടങ്ങിയ കൃഷികൾക്ക്, തേയില, കാപ്പി, ഏലം തുടങ്ങിയ വിളകൾക്ക് ഈ മണ്ണ് അനുയോജ്യമാണ്. അപ്പോൾ വനമണ്ണ് അല്ലെങ്കിൽ പർവ്വത മണ്ണൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, തേയില, കാപ്പി, ഏലത്തിനൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ചുവന്ന മണ്ണോ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണൊക്കെ പറയുമ്പോൾ നമ്മൾ കാപ്പിയും ഏലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ശരിക്കും അനുയോജ്യമായിട്ടുള്ള ഈ ഒരു വനമണ്ണാണ് അല്ലെങ്കിൽ പർവ്വത മണ്ണൊക്കെയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്, കർണാടക, ആസാം, കേരളം. നമുക്കറിയാതെ കേരളമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് പോയിന്റുകളുണ്ട്, അത് നോക്കാം നമുക്ക്. അപ്പോൾ കേരളത്തിൽ പല കൃഷികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃഷി ചെയ്യുന്ന ജില്ലകൾ ഏതാ നോക്കാം.
അപ്പോൾ നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ്. നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പാലക്കാടാണ്. റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കോട്ടയത്താണ്. കുരുമുളക് ഏറ്റവും കൃഷി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഏലം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. അതുപോലെ കാപ്പി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വയനാടാണ്. കാപ്പി ഏറ്റവും കൂടുതൽ വയനാടാണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കോഴിക്കോടാണ്. കപ്പ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കശുവണ്ടി ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്. ഇഞ്ചി ഏറ്റവും കൂടുതൽ വയനാടാണ്. തേയില ഏറ്റവും കൂടുതൽ ഇടുക്കിയാണ്. അപ്പോൾ ഇവിടെ നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്, ഓർമ്മ വേണം. ഇനി റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കോട്ടയത്താണ്. ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ കുരുമുളക്, ഏലം, പിന്നെ ഏതാണ്, തേയില, ഇതൊക്കെ ഇടുക്കി ജില്ലയിലാണ്. കുരുമുളക്, ഏലം, തേയില എന്നിവ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ കാപ്പി, ഇഞ്ചി എന്നിവ കൃഷി ചെയ്യുന്നത് വയനാടാണ്. കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താണ്, വയനാടാണ്. ഇനി കപ്പ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ അറിയാം തിരുവനന്തപുരത്താണ്. ഇനി കോഴിക്കോടാണ് തെങ്ങ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ തേങ്ങ ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടാണ്. ഇനി ഇത് പറയുമ്പോൾ കുറച്ച് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ, ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമ്പിളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും ജസ്റ്റ് നോക്കി വയ്ക്കാം. ഇനി നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മങ്കൊമ്പ്, ആലപ്പുഴ. ഇനി ആലപ്പുഴയിൽ മാത്രമല്ല ഉള്ളത്, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുണ്ട്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദനം പാലക്കാടാണ്. അപ്പോൾ അവിടെ ഒരു എന്തുണ്ട്, നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്, അത് പട്ടാമ്പിയിലാണ്. അപ്പോൾ നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പിയിലുണ്ട്, മങ്കൊമ്പ് ആലപ്പുഴയിലുണ്ട്, അതുപോലെ തന്നെ വൈറ്റില അവിടെയുണ്ട് നെല്ല് ഗവേഷണ കേന്ദ്രം. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നാളികേര ഗവേഷണ കേന്ദ്രം, അത് കായംകുളം, ആലപ്പുഴ, അതുപോലെ ബാലരാമപുരം, തിരുവനന്തപുരം. നാളികേര ഗവേഷണ കേന്ദ്രം രണ്ട് സ്ഥലത്തുണ്ട്, കായംകുളത്തുണ്ട് ആലപ്പുഴയിലുള്ള, അതുപോലെ ബാലരാമപുരം, തിരുവനന്തപുരം. ഇനി നാളികേര വികസന കോർപ്പറേഷൻ ഉണ്ട്. നാളികേര വികസന കോർപ്പറേഷൻ അഥവാ കേരഫെഡ്, അതിൻ്റെ ആസ്ഥാനം വരുന്നത് കൊച്ചിയാണ്. നാളികേര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം വരുന്നത് കൊച്ചി. നാളികേര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചി. ഇനി കപ്പ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം. അതുപോലെ അടുത്തത് ഏലമാണ്. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കിയാണ്. ഏലം ഗവേഷണ കേന്ദ്രം ഉള്ളത് പാമ്പാടുംപാറ, ഇടുക്കി. ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്, കണ്ണൂരാണ്. അടുത്തത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം, എറണാകുളം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം, എറണാകുളം. ഇനി പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. അതുപോലെ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂർ. അതുപോലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, വയനാട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കരിമീൻ, ചെമ്മീൻ, അയല, ആവോലി. ഉത്തരമായിട്ട് വരുന്നത് കരിമീനാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് ഉണ്ട്, അതെന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആനയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, അതുപോലെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. 2010 കരിമീനെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ഔദ്യോഗിക ഫലം ചക്കയാണ്, 2018. ഇത് ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് വർഷമാണ് ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 2018. അതുപോലെ തന്നെ ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി. അപ്പോൾ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. 2017 ബുദ്ധമയൂരി എന്ത് ചെയ്യുന്നത്, ഈ ഔദ്യോഗിക ചിത്രശലഭമായിട്ട് മാറുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? അപ്പോൾ അതിൽ 10 ഉണ്ട്, 12, 9, 8. അപ്പോൾ ഉത്തരം എങ്ങനെയാണ്? 9. അപ്പോൾ കേരളത്തിൽ ആകെ എത്ര രാജ്യസഭാ സീറ്റുകളുണ്ടെന്ന് ചോദിച്ചത്, അത് 9. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പോയിൻ്റാണ്, കേരളത്തിൽ ആകെ 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. അതുപോലെ കേരളത്തിൽ ആകെ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ലോക്സഭാ മണ്ഡലം 20 അതിൽ 2 എന്താണ്, SC മണ്ഡലങ്ങളാണ്. ആലത്തൂർ, മാവേലിക്കര എന്നിവ ലോക്സഭയുടെ സംവരണ മണ്ഡലമാണ്. SC സംവരണ മണ്ഡലമാണ് ആലത്തൂർ, മാവേലിക്കര. അപ്പോൾ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലമുണ്ട്, അതിൽ 2 സംവരണ മണ്ഡലമാണ്, ആലത്തൂർ, മാവേലിക്കര. ഇനി നിയമസഭാ മണ്ഡലങ്ങൾ 140. കേരളത്തിൽ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140. അതിൽ 14 SC മണ്ഡലങ്ങളും 2 ST മണ്ഡലങ്ങളുണ്ട്. ST മണ്ഡലം മാനന്തവാടിയും അട്ടപ്പാടിയുമാണ്. മാനന്തവാടി അതുപോലെ അട്ടപ്പാടിയാണ് ST സംവരണ മണ്ഡലങ്ങൾ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയതാണ്, പാലക്കാട് ജില്ലയിലാണ് സൈലൻറ്റ് വാലി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ഈ ഒരു ക്വസ്റ്റ്യന് ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റ് എന്തായാലും നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്